വിജയനോട് അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അച്ഛൻ എന്തിനായിരിക്കും വിളിപ്പിച്ചത്? നിനക്ക് വല്ല വിവാഹാലോചനയും വന്നിട്ടുണ്ടാവും. നീ എന്താ ആലോചിക്കുന്നത്? ജീവിതത്തിനെ കുറിച്ച് എനിക്കുള്ള കാഴ്ചപ്പാടല്ലല്ലോ നിനക്കുള്ളത്. അമ്മാവൻ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കണം. വിജയേട്ടന്റെ കല്യാണ കാര്യത്തിനൊന്നും അല്ല അമ്മാവൻ വിളിപ്പിച്ചത്. വേറെന്തെങ്കിലും ആയിരിക്കും. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ പോകുന്നു. ചേട്ടൻ എന്താ എനിക്ക് എഴുത്തെഴുതാത്തത്? എഴുതാൻ എന്തെങ്കിലും വേണ്ടേ? അത് കൊള്ളാം. വിശേഷം ഉണ്ടെങ്കിൽ എഴുതിയുള്ളോ? വല്ലപ്പോഴെങ്കിലും ചേട്ടന്റെ എഴുത്ത് കിട്ടുന്ന എനിക്കൊരു ആശ്വാസമല്ലേ? സത്യത്തിൽ ഈ ആഴ്ച നിനക്ക് എഴുതാനിരുന്നതാണ്. അപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. ഗംഗാധരൻ അങ്ങോട്ട് വിളിക്കൂ. ഗംഗാധര, എസ്റ്റേറ്റിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു വിശേഷവുമില്ല. ജോലിയെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. പ്രേമം തുടങ്ങിയിട്ടുണ്ടല്ലേ? എന്റെ പൊന്നു മുതലാളി, എനിക്ക് ഇത്രയും പ്രായമായി. ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് മുതലാളി വരുന്ന ചോറ് സത്യമായിട്ട് ഞാൻ എന്റെ ഭാര്യയല്ലാതെ വേറെ ഒരു പെണ്ണിനെയും പ്രേമിച്ചിട്ടില്ല. ഞാൻ വിജയന്റെ കാര്യമാണ് ചോദിച്ചത്. എന്താ മിണ്ടാത്തത്? പറയൂ, വിജയൻ അവിടെ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല മുതലാളി, വിജയൻ കുഞ്ഞിന് അങ്ങനെ ഒരു ബന്ധവുമില്ല. കള്ളം പറയരുത്. ആരോ എനിക്കൊരു എഴുത്തയച്ചിട്ടുണ്ട്. ആരാണെന്നറിയില്ല. ഒന്നുമില്ലാതെ അങ്ങനെ എഴുതുമോ? അങ്ങനെ വിജയൻ കുഞ്ഞിന് അങ്ങനെയുള്ള ഒരു ചീത്ത സ്വഭാവവുമില്ല. കുഞ്ഞിനോട് വിരോധമുള്ള ആരെങ്കിലും വെറുതെ എഴുതി അയച്ചതായിരിക്കും. ഞാനിത് വിശ്വസിക്കണമോ? ഞാൻ സത്യമാണ് പറഞ്ഞത്. ശരി, നാളെ വിജയന് അവിടെ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ നിന്നെ എന്ത് ചെയ്യണം? എന്റെ പൊന്നങ്ങനെ ഞാൻ കള്ളം പറഞ്ഞാൽ വിജയൻ കുഞ്ഞിന് അങ്ങനെ അവിടെ ഒരു ബന്ധമുണ്ട്. എനിക്ക് അത്രയും അറിഞ്ഞാൽ മതി. ഗംഗാധരൻ പോയിക്കൊള്ളൂ. ഞാൻ എന്തിനാണ് ഈ വാതിൽ അടച്ചതെന്നറിയാമോ? അറിഞ്ഞൂടാ. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഈ മുറിക്കകത്ത് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയാണ്. ഓ, ഞാനിത് ആരോടും പറയില്ല മോനെ. ഓ